ഹലോ മച്ചന്മാരെ, അപ്പോൾ നമ്മൾ മണ്ണാർക്കാട് വർക്ക് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് അത്യാവശ്യം നല്ല ഏരിയ ഉള്ളൊരു വീടായതുകൊണ്ട് തന്നെയാണ് ഡിസൈനുകളും അതേപോലെ കുറച്ച് ഏരിയകളിൽ ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഈ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ ഭാഗം ഇങ്ങനെ പോലെ ഒരു സ്ക്വയറാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. നീളത്തിലുള്ള സ്ക്വയറാണ്, അതായത് ഒരു ഏരിയ അങ്ങനെ ആയതുകൊണ്ട് അത് ഉൾപ്പെടുത്തി ചെയ്തതാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ കാണുന്നത് ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാള് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇത് കിച്ചണാണ്, ഈ ഓപ്പൺ കിച്ചണാണ് കേട്ടോ. കിച്ചണിലും എന്താ ചെയ്യുക, ഡിസൈൻ അല്ലാത്തൊരു ഡിസൈൻ എന്താ വെച്ചാൽ അത് ഉൾപ്പെടുത്തി ചെയ്തതാണ്. അതേപോലെ തന്നെ ഇതൊരു ബെഡ്റൂമാണ്, കുട്ടികളെ ബെഡ്റൂമാണ്. അപ്പോൾ ബെഡ്റൂമിൽ എന്താ ചെയ്തതിന് കുറച്ചുകൂടി ഡിസൈൻ വരാനുണ്ട്. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ബാക്കി അടുത്തൊരു വീഡിയോയിൽ കാണിക്കുക. അതേപോലെ തന്നെ ഇനി കാണിക്കുന്നത് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിലൊക്കെ ഇതേപോലെ ഡിസൈൻ ആവാൻ കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഇതിൽ കുറേ പോയിൻറ്റും കാര്യങ്ങളൊക്കെ സീലിങ്ങിലുണ്ട്, അതിലൊക്കെ വയറും വലിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ അപ്സ്റ്റെയർത്തെ കാര്യങ്ങളെന്താ വെച്ചാൽ സ്ക്വയർ തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ലൈറ്റിൻ്റെ പ്രശ്നം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ വയ്യ, കാരണം അത്രയ്ക്ക് വയർ വലിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയുടെ വൃത്തി നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അതന്നെ കണ്ടിന്യൂ ചെയ്തായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഡിസൈനുകളൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഡിസൈനുകളൊക്കെ കുറച്ചൊക്കെ ഓണർക്ക് ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷമായിട്ട് നമ്മൾ ചെയ്ത് ഓരോ ഡിസൈനുകൾ വരച്ച് കാണിച്ചു കൊടുക്കും ഓണർക്ക്. ഇന്ന് ഇങ്ങനെ ഏരിയയിലാണ് വരിക കേട്ടോ, ഇങ്ങനെ സ്പേസിലാണ് വരിക, ബാക്കി സ്പേസ് ഇത്ര ഉണ്ടാവും എന്നുള്ള ലെവലിൽ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഡിസൈൻ സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്തായാലും അഭിപ്രായം പറയാം. അതേപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം, അതേപോലെ തന്നെ ഫേസ്ബുക്ക്, അതേപോലെ തന്നെ യൂട്യൂബൊക്കെ ഒന്ന് സപ്പോർട്ട്